ജെഫ്രോ ആർച്ചർ എടുത്തതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇന്ന് രാജസ്ഥാൻ റോയൽസ് തന്നെയായിരിക്കും. അവരുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ മലയാളികളുടെ അഭിമാനമായ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ മൂന്നാമതും ജെഫ്രോ ആർച്ചറിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. ഇതേതായാലും ശരിയല്ല സഞ്ജു സാംസൺ, കാരണം ഞങ്ങൾ അങ്ങേ വളരെയേറെ സ്നേഹിക്കുന്നു. താങ്കൾ കളിക്കുന്നത് ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റാണ്. താങ്കൾ അത്തരം നിലവാരത്തിലുള്ള ഒരു പ്ലെയറുമാണ്. മൂന്നാമത്തെ മത്സരത്തിലും ഒരേ മിസ്റ്റേക്ക് തന്നെ താങ്കൾ ആവർത്തിക്കുമ്പോൾ താങ്കളെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾ ആരായി മാറും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബാറ്റിങ്ങിൽ ഫോമും ഫോം ഔട്ടും ഉണ്ടാകാം, പക്ഷേ ഇത്രയേറെ പ്രാക്ടീസ് നടത്തിയിട്ടും വീണ്ടും വീണ്ടും അതേ തെറ്റാവർത്തിക്കുമ്പോൾ താങ്കളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് വിഷമം വരികയാണ്. ഇവിടെ താങ്കൾ മാത്രമല്ല തോൽക്കുന്നത്, താങ്കൾക്ക് വേണ്ടി ഇത്രയും നാളും വാദിച്ചവരും സംസാരിച്ചവരും പ്രക്ഷോഭങ്ങൾ വരെ നടത്തിയവരുമാണ്. താങ്കളുടെ പരാജയത്തിൽ ഞങ്ങളും കൂടിയാണ് പരാജയപ്പെടുത്തുന്നതെന്ന് ഓർക്കുക, ഓർത്താൽ നന്ന്. മൂന്നാമതും ജെഫ്രോ ആർച്ചറിന് മുന്നിൽ തോറ്റു തൊപ്പിയിട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. പ്ലാസ്റ്റിക് ബോർഡ് പരിശീലനവും ഫലിച്ചില്ല, സിമെന്റ് തറയിലെ പരിശീലനവും ഫലിച്ചില്ല. വേഗത്തിലെ പന്തുകളോട് വീണ്ടും വീണ്ടും സഞ്ജു സാംസൺ തോക്കുകയാണ്. 140 മുകളിലുള്ള പന്തുകളെ നേരിടാൻ സഞ്ജു സാംസന് കഴിവില്ലെന്ന് മുൻ താരം ആകാശ് ചോപ്ര അടക്കമുള്ളവർ നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം T20യിലും എന്നാൽ ജെഫ്രോ ആർച്ചറിന് മുന്നിൽ സഞ്ജു വീഴുകയാണ് ഉണ്ടായത്. 6 പന്തുകളിൽ 3 റൺസ് മാത്രം നേടിയ സഞ്ജു ആർച്ചറിന്റെ പന്തിൽ ആദിൽ റഷീദിന് ക്യാച്ച് നൽകിയാണ് മടങ്ങിയത്. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ജെഫ്രോ ആർച്ചറുടെ ഷോർട്ട് ബോളിലാണ് താരം പുറത്തായത്. ആദ്യ മത്സരത്തിൽ നന്നായി തുടങ്ങിയ ശേഷം 26 റൺസ് എടുത്ത് പുറത്തായി. രണ്ടാം T20യിൽ 5 റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാനായത്. താരത്തിന് 140 മുകളിലുള്ള പന്തുകളെ നേരിടാൻ കഴിവില്ലെന്ന് പറഞ്ഞ് മുൻ താരം ആകാശ് ചോപ്ര അടക്കമുള്ള പലരും രംഗത്തെത്തിയിടുന്നു. ഇതോടെ മൂന്നാം മത്സരത്തിന് മുന്നോടിയായി താരം പ്രത്യേക പരിശീലനവും നടത്തി. ഷോർട്ട് ബോളുകൾ നേരിടാൻ സിമന്റ് പിച്ചുകളിൽ പ്ലാസ്റ്റിക് പന്തുകളിൽ സഞ്ജു പ്രത്യേക പരിശീലനം നേടിയ വീഡിയോകൾ വൈറലായിരുന്നു. വേഗമുള്ള പന്തുകളെ നേരിടാനാണ് സിമന്റ് പിച്ചുകളിൽ പ്ലാസ്റ്റിക് പന്തുകൾ പരിശീലനം നടത്തിയതെന്നാണ് വിശദീകരണം. ഏതായാലും മൂന്നാം മത്സരത്തിലും പരാജയപ്പെട്ട സഞ്ജു സാംസനെ അടുത്ത മത്സരത്തിലെങ്കിലും സെഞ്ചുറി അടിച്ചു മടങ്ങി വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.